ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറം സ്പെഷ്യൽ പാലക്കാടൻ സ്റ്റൈൽ കറിയാണ്. മീനും അതുപോലെ തന്നെ മീനും വാഴയ്ക്കും ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇത് കുറേ നാളത്തേക്ക് കേടൊന്നും വരാതിരിക്കുന്ന ഒരു കറിയാണ്. നമുക്ക് വീട്ടിൽ ടൈമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ട് പോയാലുണ്ടല്ലോ, ഇത് മാത്രം മതിയാവുള്ളൂ ചോറിനാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റുമാണ്. ഇതിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ, മണം മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയണ്ടേ? ഈ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ വാഴയ്ക്ക് മീനും കറി വയ്ക്കാനായിട്ടുള്ള വാഴയ്ക്ക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 3 പൊന്തൻ വാഴയ്ക്കാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നത്തോലി മീനാണ്. അപ്പോൾ ഈ മീനൊന്ന് കഴുകി വൃത്തിയാക്കണം, കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. അതേപോലെ തന്നെ വാഴയ്ക്കയാണെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വാഴയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇട്ട് വെച്ചാലേ ആ ഒരു കറ പോവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. നമ്മൾ പുളിക്കായിട്ട് വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ഒരുപാട് വേണ്ട, ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പാചകം ഒന്ന് തുടങ്ങിയാലോ. അപ്പോൾ ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ വാഴയ്ക്ക, ഇത് 3 നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും വാഴയ്ക്കും, പൊന്തൻ വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളൊരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. കുറച്ചൊന്ന് അതുവരെയ്ക്കും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകണം. അതുവരെയ്ക്കും നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ ഒന്ന് ആ ഒരു പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. നമുക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലും കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം. അതിനാണ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതിൽ തന്നെ ഇട്ടിട്ട്. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ പാലക്കാട്ടുകാർക്കൊക്കെ ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. മീനും അതുപോലെ തന്നെ മീനും വാഴയ്ക്കയും നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ കുമ്പളങ്ങി ഇറച്ചി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മീനും വാഴയ്ക്കയും. അപ്പോൾ ഈ ഒരു
പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരയ്ക്കും നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കണം. ഈ പൊടി ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചാലാണ് കരിയാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ആവട്ടെ. അപ്പോൾ അത് ആ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതും അതുപോലെ തന്നെ വാഴയ്ക്കയും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി നമ്മളിവിടെ ഇതിലോട്ട് വാളംപുളിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിപ്പിനനുസരിച്ചും നമുക്ക് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. ഈ ഒരു പുളി കുറച്ച് പുളിയൊക്കെ വേണം കേട്ടോ ഇതിന്, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് തിള വരട്ടെ, അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുളിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാണ്ടില്ലേ, വാഴയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, 3/4 വേവ് ആയിട്ടുണ്ട്. ഇതാ നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉണക്ക മീൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്ക നത്തോലി മീൻ കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്കൊന്ന് ഈ ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പോ മുളകോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. നാട്ടിൻപുറത്തൊക്കെയുള്ളൊരു നാടൻ കറി, എളുപ്പത്തിലൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്ക് ചോറിനൊക്കെ നല്ല ചൊടി ഉണ്ടാവും ഇത് കഴിച്ചാൽ. നല്ല പുളിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. മീനിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും ഇത് തിളയ്ക്കേണ്ട ആവശ്യം വരില്ല, അധികം ടൈമൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. ഒരു തിളയിൽ തന്നെ ഈ ഒരു മീനൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ നാട്ടിൻപുറത്ത് നാടൻ കറി വാഴയ്ക്കയും മീനും ഇതവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വാഴയ്ക്കയും അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വാഴയ്ക്കൊന്നും നന്നായി ഉടയാൻ പാടില്ല കേട്ടോ, ഒരു 3/4 വേവേ പാടുള്ളൂ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. സെറ്റായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനും വാഴയ്ക്കയും കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. എന്താ കണ്ടില്ലേ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കിടു കോമ്പിനേഷനാണ് ഇത് ചോറിൻ്റെ കൂടെ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പം നമുക്കിനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെയൊക്കെ ഒന്ന് ഇറക്കി മാറ്റി വെക്കാം. നല്ല പൊളി ടേസ്റ്റുള്ള ഈ ഒരു കറി ഉണ്ടല്ലോ, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് ഇറക്കി വെച്ചാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നാട്ടിൻപുറം സ്റ്റൈൽ പാലക്കാടൻ സ്പെഷ്യൽ മീനും വാഴയ്ക്കയും കറി ഇതവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പൊളി ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവുമാണ് കേട്ടോ അത്. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ പെട കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.